ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പോൾ നമ്മൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈസി ആയിട്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ആപ്പ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും സേഫ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്പുകൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പ്രൊമോഷനോ സംഭവമൊന്നും അല്ല, ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല നിങ്ങൾ ഇതിന്ന് ലോണിൻ്റെ സംഭവം എടുക്കാൻ. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. പക്ഷേ നമ്മൾ നോർമലി നേവി ലോൺസും അതുപോലെ തന്നെ മണി അങ്ങനത്തെ ലോണുകൾ ആപ്പിനെക്കാട്ടും പെട്ടെന്ന് അപ്രൂവ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പുതിയൊരു ലോൺ ആപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് പറയാൻ പോകുന്നത് സൈപ്പ് ലോണിനെ കുറിച്ചാണ്. സൈപ്പ് ക്രെഡിറ്റ് ലിമിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് ഞാൻ എന്തായാലും ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സംഭവം ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. അത്യാവശ്യം റേറ്റിംഗും 4.1 റേറ്റിംഗും ഒക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ വരുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഈസി ആയിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരു ഫോൺ നമ്പർ, പാൻ കാർഡ്, ആധാർ കാർഡ് ജസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നുണ്ട്. സിവിൽ സ്കോർ ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് അതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഗിൻ ചെയ്യുക, ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൊടുക്കുക, ആധാർ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, ഓഫീസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, ഹോം അഡ്രസ് സംഭവങ്ങളൊക്കെ കൊടുക്കുക. സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സിവിൽ സ്കോർ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തരും. ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി ആ ക്രെഡിറ്റ് ലിമിറ്റ് ഫുള്ള് വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഇതിൽ 5 lakh വരെ ആക്ച്വലി ഒരു ലിമിറ്റ് തരുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ എന്താ പറയുക പ്രൊഫൈലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് 3 months EMI, 6 month, 9 month, 12 month EMI വരെ നമുക്ക് ഒരു EMI തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈപ്പുകാർക്ക് ഒരു വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. GetSipe.com എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ചെക്കൗട്ട് നോക്കി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലോൺ ആപ്പ് എന്ന് പറയാം. എന്തായാലും നമ്മുടെ നേവി ലോണിൻ്റെയും മണി ലോണിൻ്റെയും അത്രയ്ക്കൊന്നും വരില്ല. പക്ഷേ RBI രജിസ്റ്റേർഡ് തന്നെയാണ് കേട്ടോ. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ആപ്പാണ് സൈപ്പ് എന്ന് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ, മണി കൺട്രോൾ, അങ്ങനത്തെ ലൈവ് മിൻറ്റ്, US സ്റ്റോറിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ആപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക പേഴ്സണൽ ലോൺസ്, അതുപോലെ തന്നെ എന്താ പറയുക ക്യുക്കായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ചെക്കിങ്, കാൽക്കുലേറ്റർ, പേഴ്സണൽ ലോൺസ് ആണ് മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ട്രാവൽ ലോൺ കൊടുക്കുന്നുണ്ട്, എമർജൻസി ലോൺ കൊടുക്കുന്നുണ്ട്, 2-wheeler ലോൺ കൊടുക്കുന്നുണ്ട്, ഹോം റിനോവേഷൻ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഫ്ലെക്സി ലോൺ, മാരേജ് ലോൺ, അങ്ങനത്തെ കുറേ ലോൺ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യം കത്തിനെയായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളും അത്യാവശ്യം നല്ല കത്തി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ വരും. എന്താ വെച്ചാൽ നമുക്ക് 1.2% to 2.5% പെർ മന്ത് എന്തായാലും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആ റേഞ്ചിലായിരിക്കും ഒരു ഇൻട്രസ്റ്റ് പഠിക്കുക. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ചാർജ് വരിക 1% to 3% ആണ് പ്രോസസ്സിംഗ് ചാർജ് വരിക കേട്ടോ. ഡോക്യുമെന്റേഷൻ സംഭവമൊന്നും ആവശ്യമില്ല. നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നമുക്ക് എന്താ പറയുക ആപ്പ് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ റെഫറൽ ലിങ്കാണ് സെറ്റപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങളൊരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കാൻ മറക്കണം കേട്ടോ. പിന്നെ 8 minutes എന്താ പറയുക 8 minute ആണ് ഒരു മാക്സിമം പറയുന്നത്. നമുക്ക് എന്ത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8 minute ആണ് ഒരു മാക്സിമം പറയുന്നത് നമുക്ക് എന്താ പറയുക അപ്രൂവ് ആവുള്ളത്. അത് 60 secondsനും അപ്രൂവ് ആവുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പ്രൊഫൈലാണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ മാക്സിമം നമുക്ക് പീനൽ ചാർജും സംഭവമൊക്കെ ലേറ്റ് ചാർജും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് മാൻഡേറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ EMI ഡെബിറ്റ് ആവുക ചെയ്യാം. അപ്പോൾ അതൊക്കെ ഫുൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം ഡയറക്റ്റ് ആപ്പ് ത്രൂ തന്നെ ചെയ്താൽ മതി. വേറെ പരിപാടിയിലേക്കൊന്നും പോകരുത്. എല്ലാം ഡയറക്റ്റ് ആപ്പ് ത്രൂ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ എന്നെ വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ടൈപ്പ് ഓഫ് ലോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ രണ്ടും ഉണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനൊരു EMI കാൽക്കുലേറ്റർ വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു 10,000 ലോൺ എടുത്ത് വിചാരിക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വന്നത് ഒരു 15% വിചാരിക്കാം. 15% ആണെങ്കിൽ നമ്മൾ ലോൺ ടെനർ എടുത്തേക്കുന്നത് ഒരു 12 മാസത്തേക്കാണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. ഈ 10,000 വേണ്ട, 10,000 ഭയങ്കര കുറഞ്ഞു പോയി. 25 ആക്കാം. 25,000 രൂപ നമ്മൾ ലോൺ എടുത്തു. 15% ഇൻട്രസ്റ്റ് റേറ്റിൽ 12 മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ എത്ര ഇൻട്രസ്റ്റ് പേയബിൾ ആണ്, അതിൻ്റെ EMI എങ്ങനെയാണ് വരിക നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് 2,991 രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ. അതായത് നമ്മൾ 25,000 എടുത്തില്ലെങ്കിൽ നമ്മൾ 27,000 അങ്ങോട്ട് തിരിച്ചടയ്ക്കണം. EMI വരിക മാസം 2,257 രൂപയാണ് നമുക്ക് EMI വരിക കേട്ടോ. അപ്പോൾ ഇത് 25,000 രൂപയുടെ ആണ്. ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വരിക
900 റുപ്പീസാണ് EMI വരിക കേട്ടോ. ഒരു 800 രൂപ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും 15% ആണെങ്കിൽ 12 മാസത്തേക്ക് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ കാൽക്കുലേറ്റർ സംഭവമൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പിൽ തന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടാവുന്നതാണ്. അത്യാവശ്യം RBI രജിസ്റ്റേർഡ് സംഭവങ്ങളൊക്കെയാണ്. റെക്കമെൻഡേഷനും സംഭവമൊന്നുമല്ല, ഞാൻ ഓൾറെഡി എടുത്ത് പറയുകയാണ്. ഞാൻ ആക്ച്വലി ലോൺ എടുക്കാനോ സംഭവത്തിനൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ജസ്റ്റ് എല്ലാവരും എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ട് കണ്ടാൽ മതിട്ടാ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അവരോട് നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലോൺ താല്പര്യം ഉണ്ടെങ്കിൽ, അതും ഓൺലൈൻ പേഴ്സണൽ ലോൺ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഒരു മണിവിയൻ്റെയും നേവി ലോൺസിൻ്റെ ഒക്കെ താഴെയായിട്ട് വരും. എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും റേറ്റഡ് ആയിട്ടുള്ളത് ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് മണിവി ലോൺസ്, നേവി ലോൺസ്, ക്രെഡിറ്റ് ബി ആണ്. ഇതിൻ്റെയൊക്കെ താഴെയാണ് ആക്ച്വലി സൈപ്പ് വരിക. പക്ഷേ അവരെക്കാട്ടും അപ്രൂവൽ റേറ്റ് ഇവർക്ക് കൂടുതലുണ്ട്. അതാണ് പ്രത്യേകത വരുന്നത്. മറ്റേനെക്കാട്ടും പുതിയതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റേഴ്സൊക്കെയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻവെസ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ നോക്കാം. ഓൾറെഡി എടുത്ത് പറയട്ടെ, പ്രൊമോഷൻ വീഡിയോ അല്ല. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ നമ്മുടെ ലോൺസുകളുടെ അങ്ങനെ അങ്ങോട്ട് പ്രൊമോട്ട് സംഭവം ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒന്നും അങ്ങനെ പ്രൊമോഷൻ വീഡിയോ എടുക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടറിലാണല്ലോ, ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം.